നമസ്കാരം ഡോക്ടർ. നമ്മുടെ പ്രോസ്റ്റേറ്റ് സംബന്ധിച്ച് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ പോയ ഒരു പോസ്റ്റിൽ ഒരു വീഡിയോയിൽ ധാരാളം സംശയങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ആളുകളും ചോദിച്ചിട്ടുള്ള ഒരു സംശയം പ്രോസ്റ്റേറ്റ് ക്യാൻസർ നേരത്തെ തന്നെ തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദമായി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധാരണ ഇത് ഓൾഡ് ഏജിൽ പ്രായം കൂടുമ്പോഴാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ കുറച്ച് നമ്മൾ സ്റ്റഡീസൊക്കെ നോക്കുമ്പോൾ ഒരു 28 വയസ്സിലൊക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു 2-3 സ്പേർട്ടായിട്ടാണ്. ഒരു 40 വയസ്സാകുമ്പോഴാണ് സാധാരണ ഇതിന് പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്യാൻ തുടങ്ങുന്നത്. 40 വയസ്സിലൊന്ന് എൻലാർജ് ചെയ്യും, പിന്നെ അത് ഒരു 60s ഒക്കെ ആകുമ്പോഴത്തേക്ക് 60s കുറച്ച് എൻലാർജ് ചെയ്യും, പിന്നെ 80s, ഇങ്ങനെ 2-3 സ്പേർട്ടായിട്ടാണ് ഈ പ്രോസ്റ്റേറ്റ് വളരുന്നത്. പക്ഷേ എന്നാൽ ഇത് നമുക്കൊരു 100% ഇതായിട്ട് വയ്ക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അതിന് മുമ്പുള്ള ഏജിലും ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്യാം. ചിലപ്പോൾ ഏർലി ഏജിലുള്ള എൻലാർജ്മെൻറ്റ് മിക്കവാറും ക്യാൻസറിൻ്റെ ഒരു തുടക്കമായിരിക്കും. ബിനൈൻ പ്രോസ്റ്റേറ്റാണ് സാധാരണ ഏജ് റിലേറ്റഡായിട്ട് വലുതായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഇപ്പം നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ ഈ ക്യാൻസറിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഡിറ്റക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് PSA എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ബ്ലഡിലുള്ളൊരു ടെസ്റ്റാണ്. ഇപ്പോഴത്തെ റീസെൻ്റായിട്ടുള്ള എല്ലാ ഹെൽത്ത് ചെക്കപ്പിലും 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റ പ്രാവശ്യമെങ്കിലും ഒരു PSA ചെയ്തിരിക്കണം. കാര്യം നമുക്ക് ബേസ് ലൈൻ നമ്മുടെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് അറിയണം. പിന്നെ വേണമെങ്കിൽ PSA നോർമലാണെങ്കിൽ ചിലപ്പോൾ ഇയർലിയോ അല്ലെങ്കിൽ 3 വർഷത്തിലൊരിക്കലോ ചെയ്താൽ മതിയായിരിക്കും. PSA കൂടുതലാണെങ്കിൽ ഒരു 4 അതിൻ്റെ ഒരു അപ്പർ ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു എവരി 3 months നമ്മൾ PSA നോക്കിയിട്ട് അതിനകത്ത് വേറെ പ്രോബ്ലം ഇല്ല എന്നുള്ളത് ഉറപ്പിക്കണം. PSA എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാൻ. വേറെ പല ടെസ്റ്റുകളുണ്ട്, അൾട്രാസൗണ്ട് ടെസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഈ മറ്റ് ബ്ലഡിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ PSA ആണ് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇൻഡെക്സ്. PSA നോക്കി കുഴപ്പമില്ല എങ്കിൽ നമുക്ക് ഏകദേശം അനുമാനിക്കാം ക്യാൻസറിൻ്റെ ചേഞ്ചസ് ഇല്ലെന്ന്. എന്നാൽ വളരെ കുറച്ചൊരു 12%, ലെസ് ദാൻ 10%, PSA നോർമൽ ആയാലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകാം. പ്രോസ്റ്റേറ്റ് ക്യാൻസറുള്ള പേഷ്യൻ്റ് ആയിരിക്കും PSA നോക്കുമ്പോൾ നോർമലായിരിക്കും. അതുകൊണ്ട് PSA മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് വെയിറ്റ് ചെയ്യരുത്. ബാക്കിയുള്ള എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നടുവേദനയായിരിക്കാം, ചിലപ്പോൾ മൂത്രത്തിലുള്ള ഒരു സിംറ്റംസ് ആയിരിക്കാം, ബേണിങ്ങോ അല്ലെങ്കിൽ തടസ്സമോ അല്ലെങ്കിൽ എപ്പോഴും ഒഴിക്കണം എന്നുള്ളത് തോന്നുന്നത് നൊക്ടേണൽ ഫ്രീക്വൻസി ഇങ്ങനെയൊക്കെ കാണും. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്യാൻസർ ഇല്ലയെന്ന് ഉറപ്പാക്കണം. ക്യാൻസർ ഇല്ലയെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി ഈസിയാണ്. ക്യാൻസറിൻ്റെ ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള സമയത്ത് ഏർലി ഡിറ്റക്ഷൻ നടത്തിയാൽ 100% നമുക്ക് ക്യൂർ ചെയ്യാവുന്ന ഒരു ക്യാൻസർ. ഇത് മറ്റ് ക്യാൻസറെ പോലെ ഇത് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. ഇത് ഏർലി ഡിറ്റക്ഷനാണ്. പ്രോസ്റ്റേറ്റിൽ മാത്രം കൺഫൈൻഡ് ആണ് ഈ ഡിസീസ്, മറ്റെങ്ങോട്ടും സ്പ്രെഡ് ഇല്ല എന്ന് കണ്ടാൽ പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് 100% ക്യൂറാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സിംറ്റംസിനെ സംബന്ധിച്ച് അത് എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ള ഘട്ടങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. 40 വയസ്സ് കഴിഞ്ഞാൽ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവരും. അത്തരത്തിൽ ആ ഒരു 40 കഴിഞ്ഞ ഒരാൾക്ക് PSA ടെസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞു വെച്ചത്. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.